Let me welcome you all to our Living in Peace with SM. Yes, thank you so much, Kinas. നമ്മുടെ തൃശ്ശൂർ പൂരങ്ങളുടെ പൂരം അല്ലേ, പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ. അങ്ങനെ ജീവിതത്തിലെ പരാജയങ്ങളുടെ മാത്രം ഒരു ശൃംഖല ഉണ്ടായപ്പോൾ അത് എങ്ങനെ ഒരു വിജയത്തിൽ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വളരെയധികം അന്വേഷണത്തിലായിരുന്നു. അങ്ങനെ അന്വേഷണത്തിന്റെ ഇടയിൽ FB യിൽ നിന്നിട്ട് എനിക്ക് ഒരു 7 വർഷമായിട്ട് തുടങ്ങിയിട്ട് 7 വർഷമായിട്ടുള്ളത് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ക്ലാസ്സുകളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു CTM ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, മിറാക്കിൾ മോർണിംഗ് ട്രാവൽ എന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ജനങ്ങളിലേക്ക് മനസ്സമാധാനം എത്തിക്കാം. മനസ്സമാധാനം ഒരുപാട് ചോയ്സ് ഉണ്ട്, ഒരുപാട് പൈസ കൊടുത്ത് പഠിച്ചവർ ഇതിലിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ മനസ്സമാധാനം കിട്ടുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലുടനീളം അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും ഒരു ജനന സമയത്ത് നമുക്ക് അമ്മയുമായ ഒരു പൊക്കിൾക്കുടി ബന്ധമുണ്ട്. ആ പൊക്കിൾക്കുടി ബന്ധമായി തന്നെ നമുക്കെല്ലാവർക്കും ഈശ്വരനും സൃഷ്ടാവുമായിട്ട് ഒരു പൊക്കിൾക്കുടി ബന്ധമുണ്ട്. ഈ പൊക്കിൾക്കുടി ബന്ധം നമ്മളിൽ നിന്ന് പ്രകൃതിയുടെ ലോജിക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് നഷ്ടപ്പെടുന്നു. ഈ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിലേക്ക് എന്ത് കടന്നു വരും? ഈഗോ കടന്നു വരും. ഈ ഈഗോ നമ്മൾ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് സറണ്ടറിങ്ങിൽ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈഗോ മാത്രമല്ല നമ്മുടെ സറണ്ടർ, നമ്മുടെ ചെറിയ ചെറിയ ഇമോഷൻസ്, ചെറിയ ചെറിയ ഫീലിങ്സ്, ഇതെല്ലാം സറണ്ടർ ചെയ്യുമ്പോഴാണ് നമ്മുടെ സറണ്ടറിങ് പൂർത്തിയാകുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലും ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും എങ്ങനെ ജീവിത വിജയം നേടാം, ലോകം പറയുന്ന ജീവിത വിജയം എങ്ങനെ നേടാമെന്ന് അനവധി ഗവേഷണങ്ങളും സൈക്കോളജിസ്റ്റുകളും മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന, മനുഷ്യൻ എന്താണെന്ന് പഠിക്കുന്ന ആളുകൾ നടത്തിയിരുന്നു. നമ്മൾ മിക്കവാറും ക്ലാസ്സിൽ കേൾക്കാറുള്ളതാണ് ഭൂമി പറഞ്ഞപ്പോൾ. അതായത് നമ്മളിവിടെ പലരും അന്വേഷിച്ച് വന്നേക്കുന്നത് ഒത്തിരി ഏറെ സംശയങ്ങളുമായിട്ടാണ്. ഞാനിപ്പോൾ 1 വർഷത്തോളമായി മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഞാൻ സോജമാൻ പറഞ്ഞ പോലെ ഒരു വണ്ടർലൈൻ്റെ 3 days ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്. ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇത് എന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മാത്രമാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്തത്. എന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ഘട്ടത്തിലെത്തിയ സമയത്ത് നമ്മൾ അഭിമന്യു ചക്രവ്യൂഹത്തിൽ കുടുങ്ങിയ പോലെ ചില റോളുകൾക്കുള്ളിൽ ഞാൻ എന്നെ തന്നെ എവിടേക്കോ ലോസ് ചെയ്തു എന്നൊരു ഫീൽ വന്നു തുടങ്ങി. ഫീലല്ല, ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. Let it be so nanda, let it be so nanda, let it be.
നിങ്ങളുടെ ഉള്ളൊരു സംശയമില്ലേ ഇത് ആരാണ് അല്ലേ? ഞാനൊരു സാധാരണ മനുഷ്യൻ വേണം. എന്ത് തരുന്നോ? ഞാനൊരു കുറച്ച് ഈഗോ ഇല്ലാതാക്കി തന്നെ. സ്വീകരിക്കാൻ നിന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലല്ലോ. കണ്ടോ? ആരാ അവിടെ ഓപ്പൺ തന്ന ഗേറ്റിന്റെ ഫ്രണ്ടിൽ ആരൊക്കെയാണ്? എന്തോന്ന് തോന്നി കണ്ണൊക്കെ നോക്കിയപ്പോ. അപ്പൊ വേഗം വേണ്ട സന്തോഷത്തിലാണ് കൊടുത്തത്. പിന്നെ എന്തോന്ന് മനസ്സിൽ എന്തോന്ന് തോന്നി. അപ്പോ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ഇവിടെ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു നിയോഗമാണ്. ആരും കൂടെ ഇല്ലാതെ ഇരുന്ന സമയത്ത് ഓക്കെ എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. മറ്റുള്ളവരെ ഇഷ്ടമല്ലാത്ത ഈഗോ ഉള്ള ആളുകളാണ്. അവർ മോശമെന്നല്ല പറഞ്ഞത്. 100% മനുഷ്യൻ നല്ലവരാണ്. മക്കളെ മിടുക്കൻ, നിനക്ക് ഭയങ്കര കഴിവാടാ. നിങ്ങൾ എന്ത് നന്മ ചെയ്താൽ സൃഷ്ടാവിനല്ല പോണത്. നിങ്ങൾക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രശംസ ആഗ്രഹിക്കരുത്. പ്രശംസ നിങ്ങൾ ഭാര്യ ഭർത്താവ് തമ്മിലല്ല, എല്ലാവരും തമ്മിൽ തെറ്റും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് നന്മയായിരിക്കും. മറ്റയാൾ മനസ്സിലാക്കാത്തത് തെറ്റല്ല. ഒരു ഗ്യാരണ്ടി ഒരാൾക്ക് പ്രവചിക്കാനും കഴിയില്ല. ജനനവും മരണവും അത് ചുമ്മാ ആരെങ്കിലൊക്കെ പറഞ്ഞു ഇന്ന സമയത്ത് മരിക്കും. ഈഗോ മാറ്റി വെക്കണം എന്ന് പറഞ്ഞത് ഒന്ന് മനസ്സിലായത് താനെന്ന ഭാവം വെക്കണമെന്നു എന്നെ കൊണ്ട് കഴിയണമല്ല എന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. എന്റെ ഭാവം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അപ്പൊ എന്നാണ് ചോദിച്ചേ? മറന്നുപോയി കളഞ്ഞ ഇവരോട് എന്ത് പറയാം? ഞാനത്തേട്ട് അവരുടെ സ്ഥലമല്ലേ. എന്നതിനൊക്കെ അപ്പുറം ജാതി മത വർണ്ണ ഭേദമില്ലാതെ നമ്മൾക്ക് ഏവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടീം. 3, ഇത് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കാൻ എന്താണ് അവിടെ പണി? അല്ലെങ്കിൽ പോയാൽ മതി. അറബി നല്ല അറബിയാണെന്നാണ് ഞാൻ അവിടെ പോയപ്പോൾ അറബി എങ്ങനെ നിർത്തുള്ളൂ. നേരത്തും ചെയ്യാൻ പറ്റില്ല, താഴോട്ടും ചെയ്യാൻ പറ്റില്ല. അതറിയാം, അനുഭവങ്ങളിലൂടെ കിട്ടുന്നത്. അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കുട്ടി ദൈവമാണോ അത് മനസ്സിലാക്കാതെ പോയ ആൾ എന്താണ് ആയത്? നേരെ ഓപ്പോസിറ്റ് ആണ് ആയത്. എന്താണ് ആയത്? ഇത് മനസ്സിലാക്കാതെ പോയ ഒരാളുണ്ട് പണ്ട്. ഞാനെല്ലാരും ഇല്ലെങ്കിൽ ഞാൻ വന്നെങ്ങനെയാ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പലരും വന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരുന്നത്. ആരും ഒരു ദൈവമല്ല, ഒന്നുമല്ല. സൃഷ്ടാവിനെ പൂർണ്ണമായിട്ടും സർവ്വ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്ത് പ്രശ്നമാണെങ്കിലും ശരി, അത് സാമ്പത്തികമായിക്കൊള്ളട്ടെ, ശാരീരികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, എന്തുമാവട്ടെ, ശ്രീകൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന ആളും സമർപ്പിച്ച ആളാണ്, മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ആളും സമർപ്പിച്ച ആളാണ്. അത് പഠിപ്പിക്കാൻ വന്നവർ അവരെ പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പഠിപ്പിക്കണം. മാത്രമല്ല അവരുടെ കാലശേഷം വേറെ എന്തൊക്കെയോ മതങ്ങൾ ഈ മതം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവരെന്തെങ്കിലും ഞാൻ ഇപ്പോഴും ചോദിക്കണം. അവരൊരു പുസ്തകം എഴുതിയിട്ടില്ല. ദൈവത്തിനെ വിളിക്കുവാണെങ്കിൽ ഞങ്ങൾ പാഞ്ചാലി വിളിച്ചു പോലെ. പാഞ്ചാലി ഒരു പെണ്ണിന്റെ ഏറ്റവും വലുത് എന്താണ്? മാനമാണ്, അല്ലെ? പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വലുത് മാനം.